സംസ്ഥാനതല പ്രവേശനോത്സവത്തിലെ ഘോഷയാത്ര എസ്.ഐ.ഒ പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുന്നു. മലബാറിലുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച ഇപ്പോൾ എസ്.ഐ.ഒ പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. സംസ്ഥാനതല പ്രവേശനോത്സവം നടക്കുന്ന മലപ്പുറം ജില്ലയിലെ തറാക്കുളം സ്കൂളിൽ പ്രവേശനോത്സവത്തിന് മുന്നോടിയായുള്ള ഘോഷയാത്രയ്ക്കിടയിലാണ് എസ്.ഐ.ഒ പ്രവർത്തകർ പ്രതിഷേധം അറിയിച്ചത്. പോലീസുണ്ട് സ്ഥലത്ത്. പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് തടയുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അഫ്താബ്, കേൾക്കാമെങ്കിൽ ഇപ്പോഴും പ്രതിഷേധ പ്രകടനം നടക്കുകയാണോ? ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധമുണ്ടായത്? സംസ്ഥാനതല പ്രവേശനോത്സവത്തിന് മുന്നോടിയായുള്ള ഘോഷയാത്രയ്ക്കിടെ എസ്.ഐ.ഒ പ്രവർത്തകരുടെ പ്രതിഷേധം. സംസ്ഥാനതല ഘോഷയാത്രയ്ക്ക് മുന്നോടിയായാണ് എസ്.ഐ.ഒ പ്രവർത്തകർ പ്രതിഷേധിച്ചത്. മലബാറിനോടുള്ള വിദ്യാഭ്യാസ അവഗണനയിൽ പ്രതിഷേധിച്ച് മീഡിയ വൺ റിപ്പോർട്ടർ അഫ്താബ് റഹ്മാനും പ്രതിഷേധത്തിനിടയിൽ മർദ്ദനമേറ്റു. ഘോഷയാത്രയ്ക്കിടെയാണ് എസ്.ഐ.ഒ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായത്. ഇത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മീഡിയ വൺ റിപ്പോർട്ടർ അഫ്താബ് റഹ്മാനും സംഭവത്തിൽ മർദ്ദനമേറ്റിട്ടുണ്ട്. അഫ്താബ്, എന്താണ് പറ്റിയത്? അഫ്താബിന് പരിക്ക് പറ്റിയിട്ടുണ്ടോ? മലപ്പുറം തിരൂരങ്ങാടിയിലെ സ്കൂളിലാണ് സംസ്ഥാനതല പ്രവേശനോത്സവം നടക്കുന്നത്. വ്യവസായ വകുപ്പ് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യാനിരിക്കും. അതിന് മുന്നോടിയായി നടന്ന ഘോഷയാത്രയ്ക്കിടെയാണ് എസ്.ഐ.ഒ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായത്. സ്ഥലത്ത് സംഘർഷമുണ്ടായിരിക്കുന്നു. ഘോഷയാത്ര ആരംഭിച്ചിട്ടുമുണ്ട്. അതിനിടയിലാണ് എസ്.ഐ.ഒ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ഇടയിൽ വലിയ രീതിയിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. മീഡിയ വൺ റിപ്പോർട്ടർ അഫ്താബ് റഹ്മാന് സംഘർഷത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകമാണ് നടക്കേണ്ട പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള ഘോഷയാത്രയ്ക്ക് ഇടയിലാണ് എസ്.ഐ.ഒ പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടായത്.